ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം പിന്നെയും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം തന്നത് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് നേരിട്ട ശാരീരിക പ്രയാസങ്ങൾക്ക് കുറച്ച് ആശ്വാസം കർത്താവ് തന്നിട്ടുണ്ട്. എങ്കിലും കൂടുതൽ സൗഖ്യം ആവശ്യമായിരിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള പാഠങ്ങളാണല്ലോ നാം ചിന്തിച്ചു വരുവാൻ ഇടയായിട്ട് തീർന്നത്. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നാം വിജയകരമായ സാഹോദര്യ ബന്ധം എന്ന സത്യമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി, ചുരുക്കം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ആ പാഠം ഇന്ന് ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നാം ദൈവമക്കളാണെങ്കിലും വഴക്കും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിപ്പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനത്തിൽ അത് ശക്തമായിട്ട് മുന്നറിയിപ്പായിട്ട് നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവിടെ നമ്മൾ വഴക്കിൽ ഉൾപ്പെടാതിരിക്കത്തക്കവണ്ണം സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത്, അതെങ്ങനെ സാധിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സാമാന്യം വിശദമായിട്ട് ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഒടുവിലായിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. വഴക്കുണ്ടായാൽ വഴക്കിൽ തുടരരുത്. പിന്നെയോ വഴക്ക് പരിഹരിക്കണം എന്നുള്ളതായ വലിയ സത്യം നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ വളരെ വ്യക്തമാക്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കാനും ഇടയായിട്ട് തീർന്നു. നമ്മൾ ഒടുവിൽ എഴുതിയൊരു സൈഡ് ഹെഡിങ്ങിനെ അധികരിച്ചാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വചനം പറയാനിടയായിട്ട് തീർന്നത്. നിരക്കണം, പിന്നെ ഇണങ്ങിക്കൊള്ളണം. അതിൻ്റെ ചുരുക്കം ചില വിശദാംശങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. എപ്പോൾ നിരക്കണം എന്നുള്ളതിന് 2 ഉത്തരങ്ങൾ ലളിതമായി ചൂണ്ടിക്കാണിച്ച് ഈ പാഠം ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ആ വിശദീകരണത്തിൽ അതിൻ്റെ വളരെ കൃത്യമായൊരു ഉത്തരം ഉണ്ട്. ആ വാക്യങ്ങൾ നമുക്ക് മിക്കവാറും മനപ്പാടം അറിയാവുന്ന വാക്യങ്ങളാണ്. എങ്കിലും ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ വായിക്കാം. നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനെ നിരന്നു കൊടുക്കുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ആ ഉത്തരം ഒന്ന് പറയാമോ? എപ്പോൾ നിരക്കണം? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധനയ്ക്ക് മുമ്പേ നിരക്കണം. നമ്മുടെ കർത്താവ് അത് വളരെ ഭംഗിയായിട്ട് ആർക്കും മനസ്സിലാകുന്ന നിലയിൽ വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നു. ഇതൊരു ഗുരുതരമായൊരു വഴക്കല്ല. ഗുരുതരമായൊരു വഴക്കാണെങ്കിൽ
അവിടെ ചെല്ലുമ്പോഴാണ് ഓർമ്മ വരുള്ളൂ. അതിനു മുമ്പേ ഒക്കെ അത് എത്രയോ സജീവമായിട്ട് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ കർത്താവിൻ്റെ പ്രതിപാദനത്തിൽ നമ്മൾ കാണുന്നതായ കാര്യം, വഴിപാടുമായി യാഗപീഠത്തിങ്കൽ വരുമ്പോൾ അവിടെ വെച്ച് ഓർമ്മ വരിക എന്നുള്ളത് വളരെ ഗുരുതരമായൊരു വിഷയമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. താരതമ്യേന വളരെ ചെറിയൊരു വിഷയമായിട്ടാണ് നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ദൂത് പറയുകയാണ്. ഇവിടെ കർത്താവ് ആഗ്രഹിച്ച ഈ കാര്യം, ഒരു ചെറിയ പാപവും അവഗണിക്കപ്പെടാതെ പരിഹരിക്കണം എന്നുള്ളതായ, നിരപ്പിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പാപങ്ങൾ ഒരുപക്ഷെ നമ്മൾ അത്ര ഗൗരവമായിട്ട് ഓർത്തു എന്ന് വരികയില്ല. എന്നാൽ അങ്ങനെയുള്ള പാപങ്ങളും പരിഹരിച്ച് വിശുദ്ധിയോടെ ആരാധിക്കണം എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രായോഗിക എന്നുള്ളത് ശരാശരിക്ക് മുകളിലുള്ളതായ ക്രിസ്തീയ ജീവിതമാണ്. അപ്പോൾ ശരാശരിക്ക് മുകളിൽ ഒരു ദൈവവേദം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്നൊന്നും കണ്ടെത്താത്തതായ പാപങ്ങളും ഓർമ്മയിൽ വരാനും അത് കണ്ടെത്താനും അതിനും പരിഹാരം വരുത്താനുമുള്ളതായ ആവശ്യകതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരിക അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ അത് എന്നെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താനും എനിക്ക് സാധിക്കുന്നിടത്തോളം കുറേ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും മുഖാന്തരമായിട്ട് തീർന്നു. അപ്പോൾ അതിൽ അത്ര ഗൗരവമല്ലാത്തതായ എന്ന് പൊതുവെ വിചാരിക്കാവുന്ന കാര്യങ്ങൾ, നമ്മുടെ വിചാരത്തിലൊക്കെ വന്നതായ വ്യതിചലനങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതായ ചില കാര്യങ്ങൾ കണ്ടെത്താനിടയായിട്ട് തീർന്നു എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതെന്താണെന്നൊക്കെ ഈ ക്ലാസ്സിൽ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കാനും ചെറുതെന്ന് വിചാരിക്കാവുന്ന പാപങ്ങളും കണ്ടെത്തി ശുദ്ധീകരണം പ്രാപിക്കാനും, ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം സാഹോദര്യ ബന്ധത്തിൽ ഉലച്ചിൽ വരാൻ കാരണമായിട്ടുള്ളത്, അത് ബോധ്യപ്പെടുമ്പോൾ അതിന് പരിഹാരം വരുത്തേണ്ടതുപോലെ വരുത്തി ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ ഗൗരവത്തിൽ പരിശോധിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വാക്യങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ കൂടെ ഓർക്കാറുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം എന്ന് കരുതുകയാണ്. ഇവിടെ കർത്താവ് അത് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, വഴിപാട് യാഗപീഠത്തിൻ്റെ മുന്നിൽ, യാഗപീഠത്തിൽ വരുമ്പോൾ നിനക്ക് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? വഴിപാട് യാഗപീഠത്തിൻ്റെ മുന്നിൽ വെച്ചേച്ച് ചെല്ലണം. വെച്ചേച്ച് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഈ വഴിപാടുമായിട്ട് നീ തിരിച്ച് പോകരുത്. ചില ആളുകളൊക്കെ വഴിപാടുമായിട്ടും തന്നെ അങ്ങ് പോകും. പിന്നെ ചിലപ്പോൾ അവർ തിരിച്ചു വന്നൊന്നും വരികയില്ല. അപ്പം ഞാൻ ഈ വാക്കുകളിങ്ങനെ ഇന്ന് പകൽ ധ്യാനിക്കുമ്പോൾ ഓർത്തൊരു കാര്യം, എത്രയോ വർഷങ്ങളായിട്ട് ചില ആളുകളോടുള്ള പ്രശ്നം കൊണ്ടോ പ്രയാസം കൊണ്ടോ ഒക്കെ എന്നാൽ ഇനി ആരാധനയൊന്നും വേണ്ട, കർത്തൃമേശയാചരണവും വേണ്ട എന്നൊക്കെ വിചാരിച്ച് വീട്ടിലിരിക്കുന്ന എത്രയോ ആളുകളെ
നാം കാണാൻ ഇടയായിട്ട് തീരാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് നീ വഴിപാടുമായിട്ട് യാഗപീഠത്തിന് വരുമ്പോൾ സഹോദരൻ നിൻ്റെ നേരെ വല്ലതുകൊണ്ടെന്ന് ഓർമ്മ വന്നാൽ വഴിപാട് യാഗപീഠത്തിൽ വെച്ചേച്ച് നീ ചെന്ന് നിരന്നുകൊള്ളുക എന്നുള്ളതായ വലിയ സന്ദേശമാണ് കർത്താവിവിടെ കൈമാറുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞാൻ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ചിന്തിച്ചതായ ഒരു കാര്യം, ആരാധനയിൽ നിന്നും കർത്തൃമേശ ആചരണത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് സത്യവിശ്വാസികൾക്ക് സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ടാണ് ഇരിക്കുന്നത്. സാധിക്കുകയില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം നമുക്ക് ലഭിച്ച ആത്മീയമായ പദവിയും രക്ഷയുടെ ആ മഹത്വവും ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് കർത്താവിനോട് നന്ദി പറയാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. ഒരു സത്യം ഞാൻ ചേർത്ത് പറയട്ടെ, നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ദൈവജനത്തിൻ്റെ നടുവിൽ വന്ന് കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് തടസ്സമായിട്ട് ഒരു കാര്യവും വരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാനും ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ അതിന് പരിഹാരം വരുത്തി ഈ ആരാധനയ്ക്ക് വിഘ്നം വരുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്തത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അവിടെ കർത്താവിൻ്റെ പ്രയോഗത്തിൽ ഒരു വാക്ക് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഒന്നാമത് ചെന്ന് നിരക്കണം. സഹോദരൻ വന്ന് നിരക്കട്ടെ എന്ന് വിചാരിക്കരുത്. പിന്നെയോ, നീ ദൈവസ്നേഹത്താൽ സ്പർശിക്കപ്പെടുമ്പോൾ, നിനക്ക് കുറ്റബോധമുണ്ടാകുമ്പോൾ, നിനക്ക് ചെന്ന് ഒന്നാമത് നിരക്കാനുള്ളതായ ആ ഒരുക്കവും സമർപ്പണവും വേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകളിലുള്ളതായ ആ സന്ദേശവും അത് നമുക്ക് നൽകുന്നതായ ദൂതും ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഉൾക്കൊണ്ട് അനുസരിക്കുവാനായിട്ട് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. താഴെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് ചേർത്ത് പറയുന്ന ഒരു വാക്കുകൂടി ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. പ്രതിയോഗിയോടുകൂടെ എവിടെയുള്ളപ്പോൾ നിരക്കാനാണ് ഇണങ്ങാനാണ് പറയുന്നത്. ആ വഴിയിലുള്ളപ്പോൾ. അതൊരു മനോഹരമായിട്ടുള്ളതൊരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാം വഴിയിലാണ്, വഴിയാത്രക്കാരാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പാടാറുള്ളത് പോലെ നമ്മൾ സിയോൻ യാത്രക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ യാത്രയിൽ നമ്മുടെ വഴിയിൽ നമുക്ക് നിരപ്പിൻ്റെ ആവശ്യമുണ്ട് എന്ന് വരികിൽ ഇണങ്ങാനായിട്ട് ആവശ്യമുണ്ട്. ആ വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇണങ്ങാനായിട്ട് ആവശ്യമുണ്ട് എന്ന് വരികിൽ പ്രിയപ്പെട്ടവരെ, അത് എളുപ്പത്തിൽ ഇണങ്ങാനുള്ളതായ ആവശ്യകതയുണ്ട്. നമ്മുടെ പ്രത്യാശയനുസരിച്ച് നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഈ യാത്രയെ അവസാനിപ്പിച്ച് അങ്ങോട്ട് പോകാവുന്നതാണ്. നമ്മുടെ ജീവിതം ക്ഷണികമാണെന്നുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കാം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത സമാഗതമാണെന്നുള്ളത് കൊണ്ടും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത് കൊണ്ടും ഈ യാത്ര നമ്മൾ ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പിൽ കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ കണ്ടുകൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ വഴിയാത്രയിലാണ് എന്നുള്ളതായ ആ വലിയ ചിന്തയോടുകൂടി ബോധ്യത്തോടുകൂടി നമുക്ക് ഇണങ്ങിക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. പിന്നെ അവിടെ കർത്താവ് പറഞ്ഞ കാര്യം ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന കാര്യമാണ് പറയുന്നത്. ഞാനിങ്ങനെ പറയുകയാണ്, നമ്മൾ ഇണങ്ങാതെ നിരക്കാതെ ഇവിടുന്ന് പോയാൽ നമ്മൾ അവിടെ എത്തും, കർത്താവിൻ്റെ സന്നിധിയിലെത്തും. പിന്നെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെങ്കിൽ അതിൻ്റെ കണക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും. ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് ഈ വാക്കുകൾ പറയാനിടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടിയന്തിരമായിട്ടും ഇണങ്ങുവാൻ, നിരപ്പ് പ്രാപിക്കുവാൻ
ഉള്ള വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ അടിയന്തരമായി ചെയ്യേണ്ടുന്ന ഈ കാര്യം ഏറ്റവും കൃത്യമായി നിർവഹിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ കുറേ നാളുകളായി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കാറുള്ളതായ ഒരു വാക്യം കൊണ്ട് പറഞ്ഞ് ഈ പാഠം അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുക. നമ്മൾ ഇണങ്ങാൻ ചിലപ്പോൾ ആഗ്രഹിച്ചാലും നിരപ്പ് പ്രാപിക്കാൻ ആഗ്രഹിച്ചാലും എപ്പോഴും അത് സാധിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. കാരണം ഇണങ്ങേണ്ട ആൾ ഇണങ്ങാൻ ഒരുക്കമല്ലെങ്കിൽ ഇണങ്ങണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാലും അത് പ്രായോഗികമാക്കാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. അപ്പം അതുകൊണ്ട് ആരോട് ഇണങ്ങണമോ ആ ആളുടെ സഹകരണം കൂടി ഈ വിഷയത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതിലെന്നെ വളരെ ധൈര്യപ്പെടുത്തിയിട്ടൊരു വാക്യമുണ്ട്. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം ഇവിടെ ഒന്ന് ചേർത്ത് പറയുകയാണ്. ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന വളരെ മനോഹരമായ ഒരു സത്യം, ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശത്രുക്കളെന്ന് വിചാരിക്കുന്നവരെ പോലും ഇണക്കാനായിട്ട് ഒരാൾ പ്രവർത്തിക്കും. ആരാണത്? ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോഴൊക്കെ നിരപ്പ് പ്രാപിക്കാനും ഇണങ്ങാനും പ്രയാസമുണ്ടെന്ന് തോന്നാവുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി സൂക്ഷിക്കാനായിട്ട് കർത്താവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. അത് സാധിച്ചാൽ നമ്മുടെ ദൈവം ശത്രുക്കളെ പോലും ഇണക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പം അതാരുടെ ജോലിയാണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. അപ്പം നമ്മളെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ പരമേൽപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ സമാധാനത്തോടെ ആയിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഗിരിപ്രഭാഷണത്തിന് പുറത്ത് നിന്ന് ഒരു ഉത്തരവോടെ പറഞ്ഞ് ഒത്തിരി വിശദീകരിക്കാതെ ഞാൻ ഈ പാഠം ഉപസംഹരിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ വിഷയം അപ്പോസ്തലൻ പ്രായോഗികമായി കൈകാര്യം ചെയ്യുമ്പോൾ ഓർപ്പിക്കുന്നൊരു സത്യം നാം കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിലെ 2 വാക്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ഓർത്തായിരുന്നു. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ ഈ സത്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു സത്യം എടുത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ വാക്യം ഒന്ന് വായിച്ചു പോകാം. 4-26-27 വാക്യങ്ങൾ. നമ്മൾ കോപത്തെക്കുറിച്ചും കോപം തക്ക സമയത്ത് നീക്കിക്കളഞ്ഞില്ലെങ്കിൽ അത് ഗുരുതരമായ പാപത്തിലേക്ക് നയിക്കാൻ ഇടയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് ഓർത്തു. അങ്ങനെ കോപിച്ചിട്ട് നീക്കിക്കളയാത്തത് കൊണ്ട് വലിയ അനർത്ഥത്തിലൊരു അകപ്പെട്ട ഒരാളെക്കുറിച്ച് നമ്മൾ സാമാന്യം വിശദമായിട്ട് ഓർത്തു. ആരെക്കുറിച്ചാണ് ഓർത്തത്? കയീനെക്കുറിച്ച് ഓർത്തായിരുന്നു. കയീന് കോപം വന്നു. ദൈവം തക്ക സമയത്ത് കയീനോട് ഇടപെട്ടു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുത്തു. പക്ഷേ കയീന് അവിടെ ജയിക്കാനായിട്ട് സാധിച്ചില്ല, പാപത്തെ കീഴ്പ്പെടുത്താനായിട്ട് സാധിച്ചില്ല. പാപം കയീനെ കീഴ്പ്പെടുത്തി എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ
ഇതിനൊരു സമയം പറയുന്നുണ്ട്. ആ സമയം ഒന്ന് പറയാം എന്ന് ഞാൻ വിചാരിച്ചു. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ ഭാഷയിൽ നമ്മൾ വിശദീകരിക്കുമ്പോൾ ആദ്യം വിശദീകരിച്ചതായ വേദഭാഗം ഒരാഴ്ച വേണമെങ്കിൽ സമയം കിട്ടുന്നതായൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ വരുന്നതും കർത്തൃമേശ ആചരിക്കുന്നതുമൊക്കെ ആഴ്ചയിൽ ഒരിക്കലാണല്ലോ. പക്ഷേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ അടിയന്തര സ്വഭാവത്തിൽ ഓർപ്പിക്കുന്നതായ കാര്യം, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോപത്തിന്മേൽ സൂര്യൻ അസ്തമിക്കുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. 27-ാമത്തെ വാക്യം ഒരു കൊച്ചു വാക്യമാണ്. പിശാചിനിടം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ, ഇത് വെച്ചുകൊണ്ടിരുന്നാൽ, നീക്കിക്കളയാതിരുന്നാൽ ഈ സന്ദർഭത്തിൽ പിശാച് പരീക്ഷിക്കാനും തോൽപ്പിച്ച് കളയുന്നതിനും വളരെ സാധ്യതയുണ്ട് എന്നുള്ളത് എത്രയോ ശക്തമായിട്ടാണ് ഇവിടെ ദൈവാത്മാവ് മുന്നറിയിപ്പ് തരുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ ഈ ശക്തമായ പ്രബോധനം അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊണ്ട് പ്രായോഗികമാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സാഹോദര്യ ബന്ധത്തിൽ ഇടർച്ചയോ വഴക്കോ ഒക്കെ വന്നു പോകാവുന്നതാണ്. വന്നു പോകുന്നത് ഒരതിശയമല്ല. എന്നാൽ അതിൽ തുടരുന്നതാണ്. അത് നമ്മുടെ പ്രകൃതത്തിനൊത്തതല്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. നമ്മിൽ വസിക്കുന്ന വിത്ത് വിശുദ്ധനായ ദൈവത്തിൻ്റെ വിത്താണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാലും അതിനെല്ലാം പരിഹാരം വരുത്തി ഇണങ്ങിപ്പോകാൻ, നിരന്നു പോകാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വിജയകരമായ സാഹോദര്യ ബന്ധം ഏറ്റവും ശരിയായി സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗിരിപ്രഭാഷണത്തിൽ വളരെ പേർ പരാജയപ്പെടുന്നൊരു സത്യമാണ് നമ്മുടെ കർത്താവ് ഇവിടെ വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. ഇത് പഠിച്ചുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല. എന്നാൽ കൃപ അനുഭവിച്ച് ഇത് പ്രായോഗികമാക്കി വിജയകരമായി ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ ഈ പാഠം തുടങ്ങിയപ്പോൾ 131 സംഘത്തിന് 1-ാം വാക്യം ഓർത്തായിരുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതെന്തൊരു ആസ്വാദ്യമായ കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒരു ദുർബല നിമിഷത്തിൽ നഷ്ടപ്പെട്ടാലും അത് ക്രമപ്പെടുത്തി യഥാസ്ഥാനപ്പെടുത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. വിജയകരമായ സാഹോദര്യ ബന്ധം ഏറ്റവും കൃത്യമായി സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാം എന്ന് കരുതുകയാണ്. വിജയകരമായ ധാർമ്മിക വിശുദ്ധി. വിജയകരമായ ധാർമ്മിക വിശുദ്ധി. ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും അവിടുന്ന് ചില സത്യങ്ങൾ ഞാനൊന്ന് എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാമെങ്കിലും ഈ മേഖലകളിലൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്ന മേഖലയായിട്ടിത് ഇരിക്കാറുണ്ട്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അങ്ങനെ വരാറുണ്ട്. ഈ മേഖലയിലും അങ്ങനെ വരാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കർത്താവ് നൽകിയ ഉപദേശം നമുക്ക് എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. ഈ ധാർമ്മികമായ വിശുദ്ധിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ പറയുകയോ ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അശുദ്ധിക്കുള്ളതായ സാധ്യതകൾ വളരെ അധികമാണ്.
കൂടുതൽ സങ്കീർണമാണ് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം എന്നുള്ളത് പലപ്പോഴും ഓർക്കാറുള്ളതായൊരു കാര്യമാണ്. പണ്ടൊക്കെ ഈ മേഖലയിലൊക്കെ വിശുദ്ധി സൂക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് ഈ മേഖലയിൽ ഇപ്പോൾ വിശുദ്ധി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ളതായ ചില സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കേൾക്കാനോ പറയാനോ ഒക്കെ ഇടയായിട്ട് തീരും. എങ്കിലും ഞാൻ കുറേ നാളുകളായിട്ട് ഈ വേദഭാഗത്ത് ചിന്തിക്കുന്നൊരു സത്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നതായ ഈ പ്രമാണങ്ങൾ പ്രായോഗികമാക്കിയാൽ ഏത് കുത്തഴിഞ്ഞ ധാർമ്മികതയിൽ അകപ്പെട്ട തലമുറയിലും ഒരു ദൈവ പൈതലിന് വിശുദ്ധിയോടെ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ് പഠിപ്പിച്ച പ്രമാണം ചുറ്റുപാടുമുള്ള അധാർമികതയെ ഒട്ടുമേ ബാധിക്കുന്നതായ ഒന്നല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം, അഴുക്കുള്ളവരിനി അഴുക്കാടട്ടെ എന്ന് നാം വെളിപ്പാട് ദിവസത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ അഴുക്ക് വർദ്ധിച്ചു വരുമ്പോൾ വിശുദ്ധിയോടെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണെന്ന് തോന്നാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏത് വർദ്ധിച്ച അഴുക്കിൻ്റെ നടുവിലും നമ്മുടെ കർത്താവിൻ്റെ പ്രമാണം, കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ സൂക്ഷിക്കാൻ ഇടയായിട്ട് തീർന്നാൽ നമുക്ക് വിജയകരമായിട്ട് ധാർമ്മിക മേഖലയിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ കാലഘട്ടം ഒന്നും ശരിയല്ല എന്നുള്ളത് നമ്മൾ അങ്ങനെ വിചാരിക്കണം എന്ന് നിർബന്ധമില്ല. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുക. പണ്ടൊക്കെ എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ വല്ലവർക്കും വല്ലോ ഓരോ അശ്ലീല ചിത്രങ്ങളും ഒക്കെ കാണണമെങ്കിൽ, വല്ല സിനിമ പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അതിന് അവരുടെ സ്ഥലത്തൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ സാധാരണ അത്ര എളുപ്പമല്ല അവിടെ പോകുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ പോകാതെയൊക്കെ സൂക്ഷിച്ചൊക്കെ ആളുകൾ ജീവിക്കുമായിരുന്നു. പക്ഷേ ഈ അഴുക്കെല്ലാം നമ്മുടെ കയ്യിൽ ഉള്ളൊരു സൂത്രത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം അതുകൊണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയധികമാണ്. പക്ഷേ ഞാൻ ഈ വചനത്തിന് മുമ്പിൽ നിന്ന് ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ പ്രമാണം ഒരാൾ കൃത്യമായിട്ട് അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ജയാളിയായിട്ട് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ഈ പ്രമാണം നമ്മെ ഒരുക്കുന്നതാണ്. നമ്മുടെ ഈ പഠനത്തിൻ്റെ തുടക്കത്തിൽ ചിന്തിച്ച തലക്കെട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും എന്ന് കരുതുകയാണ്. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. കർത്താവ് ഉപമയും പറഞ്ഞല്ലോ, ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യനാണ് അവൻ. അപ്പം അതുകൊണ്ട് വൻമഴ പെയ്താലും നദികൾ പൊങ്ങിയാലും കാറ്റടിച്ചാലും ആ വീട്ടിന്മേൽ അലച്ചാലും ഈ പ്രമാണങ്ങളെ കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിന് വീഴാതെ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രസംഗം, ഇതിലെ സത്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്രമാണിക്കാനിടയായിട്ട് തീർന്നാൽ ഏത് വൈഷമ്യമുള്ള കാലഘട്ടത്തിലും വിജയകരമായി സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കാറുള്ള 2 വാക്യം ഒന്ന് ഓർത്തു പോകാം. ഫിലിപ്പിലെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, നമ്മൾ ജീവിക്കുന്ന തലമുറയുടെ പ്രത്യേകത വക്രതയും കോട്ടവുമുള്ള തലമുറ. പക്ഷേ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്യം പറയുമ്പോഴൊക്കെ പറയും, ചുറ്റുപാടും അന്ധകാരം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടോ അതനുസരിച്ച് നാം കൊടുക്കുന്ന വെളിച്ചത്തിൻ്റെ പ്രസക്തി ഏറെ വർദ്ധിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പം അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ തലമുറ ഇതിലൊക്കെ വളരെ മോശമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ മോശമാവണമെന്നില്ല.
അതിൻ്റെ നടുവിൽ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. ഈ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് നല്ല പരിചയമുള്ളതാണ് എങ്കിലും ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാനും നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ നോയിക്കേണ്ടത് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂണ്ടെടുത്ത് എറിഞ്ഞു കൊള്ളുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കൊള്ളുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അപ്പോൾ ഇവിടെ കർത്താവ് വളരെ പ്രധാനപ്പെട്ട വിശുദ്ധിയുടെ പ്രമാണം വ്യക്തമാക്കുകയാണ്. അപ്പോൾ അത് വ്യക്തമാക്കിയിട്ട് ഇത് കൃത്യമായി സൂക്ഷിക്കേണ്ടതിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ച് 29-30 വാക്യങ്ങളിൽ വളരെ ഗൗരവമായിട്ടാണിത് പറയുന്നത്. അപ്പം ആ ഉപദേശം നമുക്ക് വളരെ പ്രയാസം തോന്നുന്നതായൊരു ഉപദേശമായിരിക്കും. പക്ഷെ നമ്മുടെ കർത്താവ് ഈ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടങ്ങനെ പ്രതിപാദിച്ചു? പ്രിയപ്പെട്ടവർ, ഇതിനേക്കാൾ ഗൗരവമായിട്ടല്ലേ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പൗലോസ് നമ്മൾ വിചാരിക്കുന്നു എഴുതുന്നത് ഓർക്കേണ്ട വാക്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഇവിടെ ഒരു കണ്ണും കയ്യും ഒക്കെ നഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പാപത്തോടുള്ള പോരാട്ടത്തിൽ വിജയിക്കത്തക്കവണ്ണം ആ പ്രാണൻ പോലും കൊടുക്കുന്നതായ ആ വലിയ സത്യമാണ് വളരെ കൃത്യമായിട്ടും അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ മേഖലയിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. മനുഷ്യചരിത്രം വിശകലനം ചെയ്താൽ ധാർമ്മിക അശുദ്ധിയുടെ അപകടം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. മനുഷ്യചരിത്രം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടൊരു മനുഷ്യചരിത്രമുണ്ട്, മനുഷ്യൻ്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം തന്നെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ മേഖല എത്രയോ പ്രധാനപ്പെട്ടതാണെന്നും എത്ര സൂക്ഷ്മത പുലർത്തേണ്ടിയതാണ് എന്നുള്ളതും നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ, നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഒന്ന് പരാമർശിക്കാം എന്ന് കരുതുകയാണ്. എന്താണ് അധാർമികത? ഞാനൊരു കൊച്ചു ഉത്തരം അതിന് പറയുകയാണ്. വിശുദ്ധമായ വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ അധാർമികതയാണ്. അപ്പോൾ ആ വാചകത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകാവുന്നതായ സത്യം അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാൻ വിശുദ്ധമായ കുടുംബജീവിതത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയണമെന്ന് ആഗ്രഹിക്കുക. ദൈവം സ്ഥാപിച്ച കുടുംബത്തിന് അകത്തുള്ള ബന്ധങ്ങൾ വിശുദ്ധവും ആസ്വാദ്യവുമാണ്. അതുകൊണ്ട് കുടുംബം ദൈവം സ്ഥാപിച്ചപ്പോൾ കുടുംബജീവിതം മനുഷ്യൻ തക്കവണ്ണമാണ് ദൈവം അത് ഏർപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പം അതുകൊണ്ട് വിശുദ്ധമായ കുടുംബജീവിതം എന്നുള്ളത് ഏറെ ആസ്വാദ്യകരമായ ഒന്നാണ്. എന്നാൽ മനുഷ്യൻ ആസ്വാദ്യകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഈ കാര്യത്തിൽ ദൈവം തന്ന നിയമങ്ങളെ തെറ്റിച്ച്
വീട്ടിൽ അശുദ്ധരായി തീർന്ന് അധാർമികതയിലേക്ക് വഴിമാറുന്നു എന്നുള്ളത് നമ്മൾ സാധാരണ കണ്ടുവരുന്നതായൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഭയത്തോടെ ഒരു വാക്ക് ഓർപ്പിക്കുകയാണ്. ഇതിൽ ദൈവം ചില പ്രമാണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രമാണങ്ങൾ വിശുദ്ധമായ കുടുംബജീവിതത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടുന്നതായ പ്രമാണങ്ങളാണ്. അപ്പോൾ ആ പ്രമാണങ്ങളെ വളരെ കൃത്യമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഒരു വാക്യത്തിലൂടെ ഞാനൊന്ന് എടുത്തു പറയാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ദീർഘകാലം പിരിഞ്ഞു പാർക്കരുത് എന്നുള്ളതായൊരു പ്രബോധനം നമുക്ക് ആ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രബോധനം നൽകിയിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രബോധനം എന്നുള്ളതായ കാര്യവും അവിടെ എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ അതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പാർക്കേണ്ട ആളുകൾ ഒരുമിച്ച് പാർക്കാതിരുന്നാൽ വരുന്നതായ ദോഷം എത്രയോ ശക്തമായ നിലയിൽ ഓർപ്പിക്കുകയാണ്. അപ്പോൾ എന്തിനാ അങ്ങനെ ഓർപ്പിച്ചിരിക്കുന്നത്? കുടുംബം അതിൽ ദൈവം തന്ന നിയമങ്ങളെ ഏറ്റവും കൃത്യമായി സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ആ വാക്യം പറയുമ്പോൾ ഒക്കെ പറയും, സാത്താൻ പരീക്ഷിക്കുന്നതിൽ എല്ലാവരും തോറ്റോളണമെന്നും നിർബന്ധമില്ല. പരീക്ഷിച്ചാലും നമുക്ക് ജയാളികളായിട്ട് സൂക്ഷ്മതയോടെയൊക്കെ ജീവിക്കാം. എല്ലാവരും ജയിക്കണമെന്നും നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതം ദൈവം തന്നിട്ടുള്ളതായ ഈ നിയമങ്ങൾ, അത് ഒരു നിയമം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, ആ നിയമം വളരെ കൃത്യമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ കുടുംബ നിയമങ്ങളൊക്കെ യാതൊരു ഗൗരവവും കൊടുക്കാതെ ലാഘവമായി കാറ്റിൽ പറത്തിയാണ് അനേകർ കുടുംബജീവിതം നയിക്കാനിടയായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിശാചിന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ എല്ലാ സൂക്ഷ്മതയോടും കൂടെ ആയിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വിഷയത്തിൽ ഒരു ചെറിയ ഔട്ട്ലൈൻ ഞാൻ ഓർപ്പിക്കാം. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 10 കൽപ്പന കർത്താവ് കൊടുക്കുമ്പോൾ അതിൽ കൊടുത്ത 7ാമത്തെ കൽപ്പന നമ്മുടെ കർത്താവ് 27ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. വളരെ ചെറിയൊരു കൽപ്പന, വളരെ ഗൗരവമായ കൽപ്പന, വ്യഭിചാരം ചെയ്യരുത്. അപ്പോൾ അത് കർക്കശമായി കൊടുത്തതായ കൽപ്പനയാണ്. അപ്പോൾ ഈ കൽപ്പന എന്ന് പറയുമ്പോൾ അത് പാപം തിരിച്ചറിയത്തക്കവണ്ണം അത് സഹായകരമാണ്. പക്ഷെ പാപം തിരിച്ചറിഞ്ഞു എന്നുള്ളതുകൊണ്ട് പാപത്തിന്മേൽ വിജയം വരിച്ച് ജീവിക്കണം എന്ന് നിർബന്ധമില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട യഹൂദ സ്ത്രീ, അവൾ ഈ കൽപ്പനയൊക്കെ അറിയാവുന്നയാളല്ലേ, പക്ഷേ അവൾ ആ കൽപ്പന ലംഘനത്തിൽ തുടരുകയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ന്യായപ്രമാണം പാപത്തിൻ്റെ ശരിയായ ഗൗരവം നമ്മോട് പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന കാര്യം, നമ്മുടെ കർത്താവ് ഈ കൽപ്പന ഉദ്ധരിച്ചാണ് അവിടെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പാപത്തെ വിലക്കുന്നെന്ന് മാത്രമല്ല, ഈ പാപത്തിൽ അകപ്പെട്ടാലുള്ള ശിക്ഷയുടെ ഗൗരവം എത്രയോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒത്തിരി വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വാക്യം ഏതായിരിക്കും? എബ്രായർ 13-ന്റെ 4-ാമത്തെ വാക്യം, വിവാഹം എല്ലാവർക്കും മാന്യം.
അത് നമ്മൾ കല്യാണക്കുറിയിലൊക്കെ അടിക്കും. പക്ഷേ അടുത്ത വാചകത്തിൽ വരുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. അപ്പോൾ അവിടെ ആ കൽപ്പനയുടെ ഗൗരവം നമ്മൾ കാണുകയാണ്. പക്ഷെ ന്യായപ്രമാണത്തിൽ ഇല്ലാത്തതായ ഒരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നത്. ന്യായപ്രമാണത്തിൽ വിശദീകരണത്തിലുണ്ട് കേട്ടോ, കൽപ്പന എഴുതി കൊടുത്തെടുത്തത് നമ്മളത് കാണുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ നടപ്പ് വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. അടുത്ത വാചകം എന്താ? ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് പറഞ്ഞാൽ ഈ പാപത്തിൻ്റെ മേലുള്ള ശിക്ഷ എത്രയോ ഖണ്ഡിതമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിത് വിവാഹങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്, ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഈ പാപം ലോകത്തുള്ള പല രാജ്യങ്ങളിലും കുറ്റമല്ല. അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ എനിക്ക് ലജ്ജയുണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കാര്യം ലോകത്തിലെ പല രാജ്യങ്ങളുടെ നിയമത്തിലും കുറ്റമല്ല എന്ന് പറഞ്ഞാൽ അതിന് ശിക്ഷയില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യം അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തൊരു അപകടം പിടിച്ച സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം നമ്മുടെ രാജ്യത്തും ഈ കാര്യം അങ്ങനെ കുറ്റമായിട്ടല്ല, അതിന് ശിക്ഷയില്ല. അതാണ് നമ്മുടെ നിയമം. ഞാനിന്ന് രാത്രി വളരെ ഭയത്തോടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ അത് കുറ്റമല്ല എന്ന് കരുതി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയമത്തിന് ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് എബ്രായർ 13:4 വാക്യത്തിൽ ഇത് എത്രയോ കൃത്യമായിട്ടാണ് പറയുന്നത്. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ആ വാക്യത്തിൽ അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ വിശദീകരണം പറയാനായിട്ട് വേദപുസ്തകത്തിൽ എത്രയോ അധ്യായങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, വിശുദ്ധമായ തിരുവെഴുത്ത് ഈ പാപത്തിനെതിരെ എത്രയോ ഗൗരവമായിട്ടാണ് സംസാരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം വളരെ ഗൗരവമായിട്ട് ഈ സത്യത്തെ ഉൾക്കൊള്ളാനുള്ളതായ ആവശ്യകതയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാനൊരു തെളിവ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, പക്ഷെ ചോദിച്ച് പറയാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഏറ്റവും ഗുരുതരമായ ശിക്ഷ വ്യാപകമായി നടത്തിയിട്ടുള്ള 2 സംഭവങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ഒരു വ്യക്തിയെ ശിക്ഷിച്ചല്ല, പിന്നെയോ ഒരു ദേശത്തെയും ലോകത്തെ മുഴുവനും ശിക്ഷിച്ചതായ 2 സംഭവങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. 6-ാം അധ്യായത്തിലും പിന്നെ 19-ാം അധ്യായത്തിലും. ഈ 6-ാം അധ്യായത്തിൽ നമുക്കറിയാം ആ തകർച്ചയുടെ ഏറ്റവും അടിയിലുള്ള കാരണം ഇതാ എന്ന് പറഞ്ഞാൽ ദുർനടപ്പിലേക്ക് സമൂഹം വ്യാപകമായി വ്യതിചലിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതിന് വാക്യങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗന്ദര്യത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കപ്പെട്ടു. അതുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു എന്ന് ഉൽപ്പത്തി ദിവസം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബാക്കി കാര്യം വിശദീകരിക്കാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചുരുക്കമായി പറയാം. അത് വിശദീകരിച്ചില്ലെങ്കിലുമൊക്കെ നമുക്ക് അറിയാവുന്നതായ കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ ഇന്ന് 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചപ്പോൾ ഓർത്തു, ഈ സൗന്ദര്യത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തോ ഒരു അപകടം പിടിച്ചൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മളുടെയൊക്കെ പല കുടുംബങ്ങളുടെയും കുടുംബ ബഡ്ജറ്റ് പോലും സൗന്ദര്യത്തോടുള്ള അഭിനിവേശത്തിൽ താളം തെറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം സൗന്ദര്യം സൂക്ഷിക്കാനുള്ള ബന്ധപ്പാട്ടിന് ഭയങ്കര പണച്ചിലവാണ്. അപ്പോൾ അത് ഒരു സാമാന്യ വരുമാനമുള്ള ആളെ കൊണ്ട് മീറ്റ് ചെയ്യാവുന്നതല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ് കേട്ടോ. ചില കണക്കുകളൊക്കെ വായിക്കാറുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം,
ഇതിനോടുള്ള ഈ അമിതമായ ആവേശത്തിലാണ് ഈ വഴിയിൽ അന്ന് ജനം തെറ്റുവാൻ ഇടയായിട്ട് തീർന്നത്. ഒറ്റപ്പെട്ട പാപങ്ങളാകുമ്പോൾ ഒറ്റപ്പെട്ട നിലയിൽ ദൈവം ശിക്ഷിക്കും. ഒരു സമൂഹം മുഴുവനും ഒരു പാപത്തിൻ്റെ വഴിയിൽ അതിൻ്റെ കുത്തൊലിപ്പിൽ വരാനിടയായിട്ട് തീരുമ്പോൾ ദൈവം ആ സമൂഹത്തെ ഒന്നടങ്കം ശിക്ഷിക്കത്തക്കവണ്ണം നിർബന്ധിക്കപ്പെടും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, വേദപുസ്തക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ധാർമ്മികമായ അശുദ്ധിയുടെ അപകടവും അതിന്മേൽ ദൈവം നടത്തിയിട്ടുള്ള ശിക്ഷയുടെ ഭയാനകതയും നമുക്ക് വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ നോഹയുടെയും ലോത്തിൻ്റെയും കാലം പോലെയുള്ള കാലത്തേക്ക് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുക. അപ്പോൾ ഈ കാലത്ത് നമുക്ക് ശരിയായി ജീവിക്കണമെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ വചനം അതുപോലെ പ്രായോഗികമാക്കിയാൽ മതി. ഈ വല്ലാത്ത തലമുറയിലും വ്യത്യസ്തരായി ധാർമ്മിക വിശുദ്ധിയിൽ പൂർണ്ണ ജയം പ്രാപിച്ച് ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വിശദാംശങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. അതും നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രസംഗം അതിൽ തന്നെ എത്രയോ മനോഹരമാണ്, എത്ര ജീവിതസ്പർശിയാണ്, വിജയകരമായി ജീവിക്കത്തക്കവണ്ണം ഒരു വ്യക്തിയെ ഒരുക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ അങ്ങനെ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ തിരുവെഴുത്തുകൾ അതിന് മുഖാന്തരമായിട്ട് തീരട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.